ഹായ്, ഞാൻ റമീസ്, കോ-ഫൗണ്ടർ ഓഫ് പനാഗോ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഞാൻ കഴിഞ്ഞ വട്ടം ലക്ഷദ്വീപ് പോയിരുന്നു. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ലക്ഷദ്വീപ് പോയത് അതിനേക്കാളും മുകളിലായിരുന്നു എൻ്റെ ലക്ഷദ്വീപിൻ്റെ അനുഭവങ്ങൾ. നല്ല പച്ചയായ മനുഷ്യന്മാരും, അതായത് നമ്മൾ ഈ സിറ്റി ലൈഫൊന്നും അതുപോലെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിനും അതേപോലെ ശരീരത്തിനും കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് വേറെ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും അവിടുത്തെ നേച്ചറും അതേപോലെ ലഗൂൺസ് കാര്യങ്ങൾ. അതായത് ഫാമിലി ആയിട്ട് ഒരു വെക്കേഷന് പോകാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മളെ കപ്പിൾസിനാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ നമ്മുടെ പാക്കേജ് വരുന്നത് 4 days and 3 nights ആണ്. നമ്മൾ അഗത്തിയിൽ വന്നിറങ്ങി തിരിച്ചകത്തിയിൽ നിന്ന് പോകുന്ന വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അതായത് ഫുഡ്, സ്റ്റേ, ഗൈഡ്, സൈറ്റ് സീനിങ്. അതുപോലെ നമ്മളെ പാക്കേജിൽ 3 വാട്ടർ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കയാക്കിങ്, സ്നോർക്ലിങ്, ഗ്ലാസ് ബോട്ടിൽ കൽപ്പെട്ടി ഐലൻഡ് വിസിറ്റ്. ലക്ഷദ്വീപിലേക്ക് മെയിനായിട്ട് 2 മാർഗങ്ങളിലാണ് നമുക്ക് ലക്ഷദ്വീപിൽ എത്താൻ സാധിക്കുന്നത്. ഒന്ന് ഫ്ലൈറ്റ് വഴിയും അതുപോലെ ഷിപ്പ് വഴിയും. ഷിപ്പിൻ്റെ ടിക്കറ്റ് എടുക്കൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ ടിക്കറ്റ് കമ്മിറ്റ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് എത്താൻ ഏറ്റവും സുതാര്യമായിട്ടുള്ള മാർഗമാണ് ഫ്ലൈറ്റ്. നമുക്ക് കൊച്ചി, ബാംഗ്ലൂർ, ഗോവ എന്നീ ഡെസ്റ്റിനേഷനിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഐറ്റിനറി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഡേ നമ്മൾ ലക്ഷദ്വീപിലെത്തി. നമ്മുടെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടെയാണോ നമ്മൾ സ്റ്റേ ഉദ്ദേശിച്ചത് അവിടെ ആയിരിക്കും നമ്മളെ ഗൈഡ് ഫസ്റ്റ് കൂട്ടിക്കൊണ്ടുപോയി നമ്മളവിടെ ഹോട്ടലാണോ റിസോർട്ടാണോ ചെക്ക് ഇൻ ചെയ്ത് ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുക. 4 മെയിൻ സൈറ്റ് സീനിങ്ങാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ഷിപ്പ് കാര്യങ്ങൾ വന്നിറങ്ങുന്ന ഈസ്റ്റേൺ ജെട്ടിയും അതുപോലെ വെസ്റ്റേൺ ജെട്ടിയും പിന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്താൻ ബീച്ചും അതുപോലെ ലഗൂൺ ബീച്ചൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ കവർ ചെയ്യുക. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് ഡേ നമ്മൾ കയാക്കിങ് അതുപോലെ സ്നോർക്ലിങ് കവർ ചെയ്യും. 2ാമത്തെ ദിവസം നമ്മൾ സ്കൂബ അതേപോലെ ഗ്ലാസ് ബോട്ടിൽ കൽപ്പെട്ടി ഐലൻഡ് വിസിറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് 2ാമത്തെ ദിവസം വരിക. ഇതിൽ സ്കൂബ എക്സ്ക്ലൂഡ് ആയിട്ടാണ് ഉള്ളത്. സ്കൂബ എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ആയി എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും സ്കൂബ ചെയ്യാൻ ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ സ്കൂബൻ്റെ മാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരുമ്പോൾ അവിടുന്ന് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ സ്കൂബ എക്സ്ക്ലൂഡ് ചെയ്ത് വെക്കുന്നത്. 3 ഡേ കഴിഞ്ഞിരുന്ന 4th ഡേയിൽ നമ്മൾ നേരെ ഡിപ്പാർച്ചറാണ്. 4th ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മുടെ ഗൈഡ് നമ്മളെ ക്യാബിൽ നേരെ എയർപോർട്ടിൽ കൊണ്ടുവെക്കുന്നതാണ് 4th ഡേയിൽ വരുന്നത്. അപ്പോൾ നമ്മളെ പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് എന്നുള്ളത് നമ്മളെ ലക്ഷദ്വീപിൻ്റെ എൻട്രി പെർമിറ്റ് അതുപോലെ ഹെറിറ്റേജ് ഫീ, നമ്മളെ 3 നൈറ്റ് അക്കോമഡേഷന് മിനിമം നമ്മൾ സ്റ്റാൻഡേർഡ് AC റൂം മുതലാണ് AC ഹോം സ്റ്റേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 3 വാട്ടർ ആക്ടിവിറ്റീസ് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. സ്നോർക്ലിങ്, കയാക്കിങ്, അതുപോലെ ഗ്ലാസ് ബോട്ടിൽ കൽപ്പെട്ടി ഐലൻഡ് വിസിറ്റ്. പിന്നെ നമ്മൾ വന്നിറങ്ങി തിരിച്ച് പോകുന്നവരെയുള്ള കംപ്ലീറ്റ് ഫുഡ് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. ഇനി നമ്മളെ പാക്കേജിൽ ലക്ഷദ്വീപിൻ്റെ പ്രൈസ് വേരിയേഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ വാട്ടർ ആക്ടിവിറ്റീസാണ്. സ്കൂബ ഡൈവിങ് അതുപോലെ ഫിഷ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷദ്വീപിൻ്റെ ഒരു ഉള്ളടക്കം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലക്ഷദ്വീപിലേക്കൊരു യാത്ര പോവല്ലേ?